ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നിവിടെ രാവിലെയാണ്, ഞാനൊരു വാക്കിങ്ങിന് പോവാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡെന്ന് പറയുന്നത് അവർ PR സ്റ്റോറിയാണ്. അപ്പം ഞാനൊരു വാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് PR സ്റ്റോറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഞാനും സനീഷും കൂടെ. സോ സീ ആഫ്റ്റർ വാക്കിംഗ്. അപ്പോൾ വാക്കിംഗ് എല്ലാം കഴിഞ്ഞു, തിരിച്ച് വീട്ടിലെത്തി. നല്ല സുഖമാണ് നടക്കാനായിട്ട്, പക്ഷേ റോഡെല്ലാം ഐസിയാണ്, അതുകൊണ്ട് ഭയങ്കര റിസ്ക്കിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി നടന്നില്ല, ചെറുതിന് നടന്നിട്ട് ഇനി ഞാൻ പോരുന്നു. അപ്പോൾ നമുക്കിനി ഒരു കോഫി കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. സോ കപ്പിച്ചിനോ വേണോടാ? കപ്പിച്ചിനോ വേണോ? നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കപ്പിച്ചിനോടെ ബേസാണിത്. അടിപൊളി കോഫി ആയിട്ടാണ് നമ്മൾ കോഫി കുടിച്ചത്. പേര് ചോദിച്ചു ഞങ്ങളുടെ PR-ന്റെ സ്റ്റോറി പറയാമോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങളുടെ PR-ന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാനല്ല ഇവിടെ ആദ്യം വന്നത്, സനീഷാണ് വന്നത്. സനീഷ് സ്റ്റുഡൻറ് വിസ ആയിട്ടാണ് വന്നത്. എന്നാ വെച്ചാൽ വന്നത് 2011 ഏത് മാസം? ജൂൺ അല്ല ജാനുവരി. ഒണ്ടാരിയോ ഹാമിൽട്ടൺ മോഹക് കോളേജ്. കോഴ്സ് അത് പക്ഷേ 8 മാസം കോളേജിൽ പോയിട്ടാൽ മതിയായിരുന്നു. ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് IBM-ത്തിന്റെ 8 മാസത്തെ കോഴ്സായിരുന്നു. മോഹക് കോളേജ് ഹാമിൽട്ടണിൽ. പക്ഷെ അപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നില്ലായിരുന്നു? ജോലി ഇതും കൂടെ അത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ ഉണ്ടായിരുന്നു നിന്നാൽ PR കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇങ്ങോട്ടാണ് വന്നത്, സസ്കാച്ചുവനിലോട്ട്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടത്തിൽ വന്നു. സസ്കാച്ചുവനിൽ വന്നത് സെപ്റ്റംബർ 14, 2011. സെപ്റ്റംബർ 14, 2011. എന്നിട്ട് ടാക്കോ ടൈമിൽ ജോലി ചെയ്തു അല്ലേ? ടാക്കോ ടൈമിൽ PR-ന് വേണ്ടി അപ്ലൈ ചെയ്തു. SINP സസ്കാച്ചുവൻ ഇമിഗ്രന്റ് നോമിനി പ്രോഗ്രാമിന്റെ ത്രൂയില് PR-ന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര വർഷം എടുത്തുവെച്ചാ? ജോലി കഴിഞ്ഞ് ജോലിക്ക് കയറി കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി 6 മാസം കഴിഞ്ഞ് SINPക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പം കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ കല്യാണം ഇവിടെ നമ്മുടെ മാരേജ് എന്നായിരുന്നു? നമ്മുടെ മാരേജ് 2013 ജൂണില്. ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു എന്റെ PR-ന്റെ പേപ്പർ അച്ഛ വെച്ച്? അപ്പം കല്യാണം കഴിഞ്ഞ് സ്പൗസിനെയും കൂടെ നമ്മുടെ PR ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാം. അതുകൊണ്ട് അച്ഛൻ ലേറ്റ് ആയിപ്പോയി പിന്നീട് അല്ലേ? അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയി. പക്ഷെ എന്നാലും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് PR-ന് ആദ്യം തന്നെ പേപ്പർ വെച്ചു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നിന്നെയും കൂടെ ആഡ് ചെയ്തു പേപ്പറിൽ. കല്യാണം കഴിഞ്ഞിട്ട് ആഡ് ചെയ്തു. ഓക്കെ. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയത്? നമ്മുടെ PR ശരിയായത്? നിന്നെ ആഡ് ചെയ്ത് ജാനുവരി 2014 ആയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കുനെ ആഡ് ചെയ്തു. അപ്പൊ പിന്നെ ഇച്ചിരി കൂടെ ലേറ്റ് ആയി. പക്ഷെ അപ്പം നമ്മളിവിടെ എത്തിയത് നവംബർ 2014. പക്ഷെ അതിനിപ്പുറം ആക്ച്വലി നമ്മളെല്ലാം വരാൻ ഒത്തിരി പാടുപെട്ടു. PR-ന്റെ പേപ്പറെല്ലാം ശരിയാക്കി, മാത്രമല്ല എല്ലാം ശരിയായി വന്നപ്പോഴാണ് അവസാനമാണ് കണ്ടുപിടിക്കുന്നത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. നിന്റെ ലാൻഡിംഗ് പേപ്പറിൽ നിന്റെ വിസയിലും എല്ലാത്തിലും ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ.
ലാൻഡിംഗ് പേപ്പറിൽ ഇതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 88 എന്ന് കാണും. എന്തോ ഓഗസ്റ്റ് ഏപ്രിലും തമ്മിൽ മാറിപ്പോയി. അവസാനം നമുക്ക് എല്ലാം റെഡി ആയിട്ട് പോകാൻ ടിക്കറ്റ് വരെ എടുത്തു അല്ലേ ചായ? അത് എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ നോക്കിയില്ല. അന്ന് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ അന്നത്തെ ദിവസം തന്നെ നമ്മള് ഒത്തിരി സന്തോഷത്തോടൊക്കെ പേപ്പർ പോലും വായിച്ചു നോക്കാതെ വൈകുന്നേരം ആകുമ്പോ എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു. എന്തോ സംഭവിച്ചു, എന്തോ ഒരു ഇതുണ്ടെന്ന് പെട്ടെന്ന് പേപ്പർ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അങ്ങനെ ഞാൻ സനീഷിനെ വിളിച്ചു പറഞ്ഞു. ആകെ എല്ലാവർക്കും ഒത്തിരി വിഷമമായിപ്പോയി, എന്നാ ചെയ്യുമെന്നൊന്നും അറിയാതെ ആയിപ്പോയി. പിന്നെ എന്നാ തീരുമാനിച്ചു. അപ്പൊ തന്നെ സനീഷ് CICക്ക് ലെറ്റർ എഴുതിയല്ലേ, ഒരു ഇമോഷണൽ ലെറ്റർ. അല്ലല്ല, അന്നല്ല, 2 ദിവസം കഴിഞ്ഞ് ഞങ്ങള് മിസ്റ്റേക്കാന്ന് അറിഞ്ഞപ്പോഴത്തേനെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഏജന്റിനെ വിളിച്ചു പറഞ്ഞു. അവര് CICക്ക് ലെറ്റർ എഴുതി. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് CICക്ക് ഡയറക്റ്റ് ഒരു ലെറ്റർ എഴുതി. അങ്ങനെ അവർ ലെറ്റർ വായിച്ച് അവർക്ക് ക്രോസ് ചെക്ക് ചെയ്തപ്പോഴത്തേന് അവരുടെ മിസ്റ്റേക്കാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ ഉടനെ തന്നെ ഒന്നെങ്കിൽ വേറൊരു മെയിൽ അയച്ചു. എന്നിട്ട് ആ മെയിലിൽ അടിസ്ഥാനം വെച്ച് ട്രാവൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തു. പക്ഷെ എല്ലായിടത്തും അവർ നോട്ട് ചെയ്തു അല്ലേ അച്ഛാ? എല്ലായിടത്തും ഫ്ലൈറ്റ് കയറിയപ്പോഴും ബോർഡിങ്ങിന്റെ സമയത്ത് ഇമിഗ്രേഷൻ എല്ലായിടത്തും അവർ പെട്ടെന്ന് തന്നെ അവർ ക്യാച്ച് ചെയ്തു ഡേറ്റ് ഓഫ് ബർത്തിന്റെ മിസ്റ്റേക്ക്. എല്ലായിടത്തും അവർ ചോദിച്ചു. പിന്നെ നമ്മൾ CICയുടെ പേപ്പർ പ്രൊഡ്യൂസ് ചെയ്തു, അവരുടെ ഇടയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതുണ്ട്, പേപ്പറുണ്ട്, അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പെർമിറ്റഡ് ആണെന്ന് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തു. കാൽഗരിയിൽ 2014 നവംബർ 14 നവംബർ 7 ഞങ്ങൾ ലാൻഡ് ചെയ്തു. അപ്പൊ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ എല്ലാം ആഡ് ചെയ്ത് കിട്ടി. എന്നിട്ട് പറഞ്ഞു ഈ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ PR കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് അമെൻഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ എന്താ ചെയ്തത്? പിന്നെ നമ്മള് നമ്മുടെ അത് അമെൻഡ് ചെയ്തിട്ട് പിന്നെ അമെൻമെന്റിന്റെ ലെറ്ററും കൂടെ വെച്ച് നമ്മൾ PR കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ PR കാർഡിൽ വന്നപ്പം എല്ലാം പെർഫെക്റ്റ് ആയി റെഡിയായി. അങ്ങനെ ഞങ്ങൾ PR കിട്ടി. കാനഡയിൽ 2014 ആയപ്പോൾ എത്തി. സനീഷ് ഇവിടെ വന്നത് സ്റ്റുഡന്റ് വിസയിൽ വന്നത് 2011 ജാനുവരി വന്നു. അപ്പൊ 3 വർഷം കൊണ്ട് PR ആയി അല്ലേ? 3 വർഷം കൊണ്ട് PR. പക്ഷെ 3 വർഷത്തിന് ആവശ്യമില്ല. സാധാരണ എന്റെ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും PR ഏകദേശം 2 വർഷം കൊണ്ടായി. പക്ഷെ എന്റെ കേസിൽ ഹൃദയം ചിക്കുനെയും കൂടെ ആഡ് ചെയ്തുകൊണ്ട് 1 വർഷം കൂടെ ഡിലേ ആയിപ്പോയി. 1 വർഷമല്ല, 1 വർഷത്തിൽ കൂടുതൽ 14-15 മാസം ഡിലേ ആയിപ്പോയി. പക്ഷെ നമുക്കപ്പം 3 പേർക്കും PR കിട്ടി കൂട്ടത്തില്. പക്ഷെ ഇപ്പൊ അതിനെക്കാട്ടിലൊക്കെ ഒത്തിരി കൂടുതൽ ടഫായി. അന്നൊക്കെ ഭയങ്കര ഈസി. അന്നൊക്കെ സനീഷൊക്കെ സസ്കാച്ചുവന് വന്നപ്പോ നിങ്ങളെ ഏജന്റ് അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലേ ഇങ്ങോട്ട്? ഇവിടെ ആൾക്കാരില്ല എന്തായിരുന്നു ഇവിടെ. അപ്പം ആ സമയത്ത് ഇവിടെ ആൾക്കാർക്ക് ഷോർട്ടേജ് ആയിരുന്നു, വർക്കേഴ്സിന് ഷോർട്ടേജ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒണ്ടാരിയത്തിന്റെ പരിചയമുള്ള ഒരാള് നമ്മളിവിടെ കൊണ്ടുവന്നതാണ്. 5 പേര് കൂട്ടത്തിൽ നമ്മളിവിടെ ഇങ്ങോട്ട് വന്ന. പിന്നെ അന്നൊക്കെ ചുരുക്കം ഇന്ത്യൻസേ ഉള്ളൂ സിഫ്കാർഡിലൊക്കെ അല്ലേ? 10-15 ആൾക്കാരൊക്കെ ഉള്ളൂ സിഫ്കാർഡിൽ. ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഞങ്ങളൊക്കെ തുടക്കത്തിൽ വന്ന ബാച്ചാ, ഫസ്റ്റ് ബാച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി പേര് വന്നു. പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തം ഇന്ത്യൻസ്. ഇപ്പൊ എങ്ങോട്ട് നോക്കിയാലും ഇന്ത്യൻസ്. എങ്ങോട്ട് നോക്കിയാലും ഇപ്പം പണ്ടൊക്കെ വളരെ എളുപ്പമായിരുന്നു. കാരണം എംപ്ലോയേഴ്സ് ഒക്കെ പേപ്പർ തരാൻ റെഡി ആകുമായിരുന്നു. ഇവിടെ വർക്കർ ഷോർട്ടേജ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴത്തേന് നമ്മുടെ ഇവിടെ മാത്രമല്ല, സസ്കാച്ചുവനിൽ ഒരുമാതിരിപ്പെട്ട വലിയ സിറ്റികളിലെല്ലാം, ഒരുമാതിരി ടൗൺ എന്ന് പറയാൻ പറ്റുന്ന സിറ്റികളിലും എല്ലാ സിറ്റികളിലും ഇപ്പം പേപ്പർ കിട്ടാൻ ഒത്തിരി ടഫാണ് കമ്പാരിറ്റീവ്ലി. SINPക്ക് പേപ്പർ കിട്ടാൻ റിയൽ ടഫാണ്. പേപ്പർ കിട്ടാൻ സ്കോപ്പുകൾ ഒന്നും കൂടെ ചെറിയ ടൗൺസ്, നമ്മുടെ ചെറിയ ടൗണിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന വേറെ ചെറിയ ടൗൺസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ടൗൺസിലാണ് ഇപ്പൊ ഒന്നും കൂടെ പേപ്പർ കിട്ടാൻ എളുപ്പമുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ നമ്മുടെ PR-ന്റെ ഒക്കെ പേപ്പർ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, എല്ലാം കറക്റ്റ് ആണോ, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കറക്റ്റ് ആണോ എന്നെല്ലാം പ്രത്യേകിച്ച് നോക്കണം. ലാൻഡിങ് പേപ്പറിലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം, സർനെയിം, ഫുൾ നെയിം എല്ലാം നോക്കുക. ഇവിടുന്ന് ഏത് പേപ്പർ കിട്ടിയാലും നമ്മുടെ റെക്കോർഡിലുള്ള പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ആണോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാസവും ദിവസമൊക്കെ മാറിപ്പോയോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ചിലപ്പം 1987 84 ആയി പോകും, അല്ലെങ്കിൽ 88 ആയി പോകും. വരുന്നതിന് മുമ്പേ സനീഷ് വീടൊക്കെ റെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ലാൻഡ് ചെയ്ത് കാൽഗരിയിൽ നിന്ന് ഡയറക്റ്റ് ഞങ്ങൾ സ്വിഫ്റ്റ് ക്വാറന്റൈൻ വന്നു, സെറ്റിലായി.
ഞങ്ങൾ പിന്നെ ഹെൽത്ത് കാർഡും എന്താ പറയുക, ഹെൽത്ത് കാർഡിന് അപ്ലൈ ചെയ്തു. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം ഇവിടെ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടും. അപ്പം കൂടുതലും മദേഴ്സിൻ്റെ പേരിലാണ്. അങ്ങനെ പുതിയ ബാങ്ക് അക്കൗണ്ട് ചൈൽഡ് ബെനിഫിറ്റിന് വേണ്ടി ഞങ്ങൾ ഓപ്പൺ ചെയ്തു. പിന്നെ എന്നാ ഹെൽത്ത് കാർഡിനെല്ലാം അപ്ലൈ ചെയ്തു. വേറെ എന്നാ അത്രേ ഉള്ളൂ. PR കാർഡ്, ഹെൽത്ത് കാർഡ്, ബാങ്ക്, ഡ്രൈവേഴ്സ് ലൈസൻസ്. ഡ്രൈവേഴ്സ് ലൈസൻസ് ഞാൻ 2014 വന്നു. ഞാൻ നാട്ടിൽ നിന്ന് ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അധികം വണ്ടി ഓടിച്ചിട്ടില്ലായിരുന്നു നാട്ടിൽ. ഇവിടെ വന്ന് ലൈസൻസ് എടുത്തു. ലൈസൻസ് പെട്ടെന്ന് കിട്ടി. 2000 ക്ലാസ് 5 ലൈസൻസ് തന്നെ കിട്ടി കേട്ടോ, പെട്ടെന്ന് തന്നെ കിട്ടി ലൈസൻസ്. അപ്പം എല്ലാം സെറ്റിലായി. 1 വർഷം കൊണ്ട് എല്ലാം റെഡിയായി. പിന്നെ ഞങ്ങൾ 6 മാസം മാത്രമേ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചുള്ളൂ. 6 മാസം അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ച് ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചു. സനീഷ് ഞങ്ങളെ കൊണ്ടുവരാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴേ ഇവിടെ വീട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വീട് ഓൺലൈനിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഇത്തിരി വീട് നോക്കി കണ്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു വീട് വാങ്ങിക്കാൻ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാനഡ വന്ന് വീടൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നൊന്നും. അങ്ങനെ ഞങ്ങൾ 6 മാസം കഴിഞ്ഞപ്പോൾ 2015 നവംബർ ഒക്കെ ആയപ്പോഴല്ലേ, ഏകദേശം ഓഗസ്റ്റ് ആയപ്പോൾ എങ്ങനെയാ വെച്ചാൽ പറഞ്ഞു നമ്മള് വീട് നോക്കുന്നുണ്ടായിരുന്നു. ഹൃദയം ചെക്കും വന്നു കഴിഞ്ഞ് ഇപ്പം പോലെ നമ്മള് സ്വന്തമായിട്ട് വീട് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വിഫ്റ്റിൽ ഒരു 5 വർഷം മിനിമം നിൽക്കണമെന്ന് പണ്ടുപോലെ പ്ലാൻ ഉണ്ടായിരുന്നുണ്ട്. നമ്മൾ വീടൊക്കെ പണ്ടുപോലെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം പണ്ട് ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ റെന്റ് കൊടുത്താൽ റെന്റ് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ മോർഗേജ് അടച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വീട് വിൽക്കുമ്പോൾ ഒരു ചെറിയ ശതമാനമെങ്കിലും നമുക്ക് അതിൻ്റെ തിരിച്ചു കിട്ടും. അപ്പം അങ്ങനെ ഞങ്ങൾ വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പല വീടുകളും നോക്കി. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ലോൺ കിട്ടാൻ സാധ്യതയുള്ള അനുസരിച്ച് നമ്മൾ പല നമ്മുടെ റേഞ്ചിലുള്ള വീടുകളും നോക്കി. ഞാനന്ന് ജോലി ചെയ്യുന്നില്ലായിരുന്നു അല്ലേ. അപ്പോൾ അന്ന് ഹൃദയ ജോലി ചെയ്യുന്നില്ലായിരുന്നു. അന്ന് ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇച്ചാൻ്റെ എന്തോ നോക്കത്തില്ലേ, ലൈൻ ഓഫ് ക്രെഡിറ്റ് മാത്രമേ അവർക്ക് ഇല്ല. അന്ന് നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ടാക്സ് റെസിപ്റ്റ് കൊടുക്കണം 3 വർഷത്തെ. പിന്നെ നമ്മൾ ജോലി സ്ഥലത്തു നിന്ന് നമുക്ക് പെർമനന്റ് ആണെന്ന് നമുക്ക് ലോൺ കിട്ടാൻ മിനിമം റിക്വയർഡ് ആയിട്ടുള്ള നമുക്ക് ഉള്ള ഇൻകം ഉണ്ടെന്ന് നമ്മുടെ 3 മാസത്തെ പേ സ്റ്റെപ്പ് കൊടുക്കണം. പിന്നെ വേറെ നമുക്ക് എംപ്ലോയറിൻ്റെ ലെറ്റർ കൊടുക്കണം ബാങ്കിൽ ലോൺ കിട്ടാൻ വേണ്ടി. പിന്നെ ആ സമയത്ത് എളുപ്പമായിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് ടോട്ടൽ നമ്മുടെ വീടിൻ്റെ വിലയുടെ 5% മാത്രം നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ചെയ്തേച്ചാൽ മതി. 5 വർഷം മുമ്പേ. അന്നത്തെ ഇതനുസരിച്ച് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും 2.65%. അന്നത്തെ ഇതനുസരിച്ച് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ കിട്ടി. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടിലും നല്ല റേറ്റാണ്. ഇപ്പം ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇപ്പം 1.49% വരെ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പം മാർക്കറ്റൊക്കെ ഡൗൺ ആയിരിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ല റേറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ മേടിച്ചപ്പോൾ 2.65% ഇൻട്രസ്റ്റ് കൊടുത്തായിരുന്നു. പക്ഷേ അപ്പം നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞങ്ങൾ ഈ വീട് മേടിച്ച സമയത്ത് 5% എന്തോ പുതിയ ന്യൂകമർ ഹൗസ് ബൈയിങ് സ്കീം എന്ന് പറഞ്ഞ എന്തോ ഒരു സ്കീം ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് 5% ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് വീട് മേടിക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞങ്ങളുടെ അത്രയും പൈസ മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സേവിങ്സ് അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. എല്ലാവരും ദൈവാനുഗ്രഹം എന്നൊക്കെ പറയാം. അങ്ങനെ ഞങ്ങളത് കൊടുത്തു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വീട് മൂവ് ചെയ്തു. നല്ല അനുഗ്രഹമുള്ള വീടായിരുന്നു അല്ലേ. നല്ല വീടാണ്, നല്ല അനുഗ്രഹമുള്ള വീട് തന്നെ ഇത്. നല്ല നെയ്ബേഴ്സ്, നല്ല സ്പേസ്, പിള്ളേർക്ക് കളിക്കാനായിട്ടും. പിന്നെ നല്ല ലൊക്കേഷൻ ഏറ്റവും ഫ്രണ്ടിൽ നല്ല ഇവിടുത്തെ ബിസി ആയിട്ടുള്ള സ്ട്രീറ്റിൽ തന്നെ നമ്മളുണ്ട്. അപ്പം നമ്മുടെ വീട് ഒരിക്കലും എന്നാ പറയുന്നത് ഐസൊലേറ്റഡ് ആയിട്ട് ഉള്ളതാണ്. ആൾക്കാർക്കുണ്ട് എപ്പോഴും ഇതുവഴി വണ്ടികൾ പോയി ആൾക്കാർ വാക്കിംഗ് പോകും. നമ്മളിങ്ങനെ അകത്തോട്ടൊക്കെ താമസിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ സ്നോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വീടിനകത്തിരുന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, വണ്ടി പോകുന്നില്ല, ഒന്നുമില്ല, ബോറായി പോകും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഞങ്ങളുടെ മെയിൻ സ്ട്രീറ്റ് ആയതുകൊണ്ട്, ചാപ്പലിൻ സ്ട്രീറ്റ് മെയിൻ സ്ട്രീറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ പോകുന്നതൊക്കെ നോക്കി വായി നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കാം. ഞങ്ങൾ ഈ വീട് മേടിക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിന് പുറകെ തൊട്ട് പുറകെ ഉള്ള വേറൊരു സ്ട്രീറ്റിൽ ഞങ്ങൾ വീട് നോക്കിയായിരുന്നു. പക്ഷേ വലിയ വീടായിരുന്നു, നല്ല വീടായിരുന്നു. ഞങ്ങൾ മേടിക്കാൻ വേണ്ടി ഞങ്ങളത് 99% ഞങ്ങൾ മേടിക്കാൻ തീരുമാനിച്ച. പക്ഷേ ചെറുതായിരുന്നു. അപ്പം ചിക്കു മേലിൽ നിന്ന് സ്റ്റെപ്പിന്ന് മറിഞ്ഞങ്ങാടം വീടുമെന്ന് വിചാരിച്ച ആ വീട് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ ഈ വീട് മേടിച്ചത്.
അതാണ് ഞങ്ങൾ വീട് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പം പുതിയതായിട്ട് PR ഒക്കെ കിട്ടിയൊക്കെ വരുന്നവരാണ്, സ്റ്റുഡൻറ്റ് വിസയിലല്ല PR ഒക്കെ കിട്ടി വരുന്നവരാണെങ്കിൽ എന്താ പറയുക, ഒരു നമ്മുടെ ബഡ്ജറ്റിന് ഒരു സ്റ്റാർട്ടർ ഹോം വാങ്ങിക്കും. ഞങ്ങളിതൊരു സ്റ്റാർട്ടർ ഹോമായിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഒരു സ്റ്റാർട്ടർ ഹോം വാങ്ങിച്ച് വെറുതെ ഈ റെൻറ്റ് കൊടുക്കുന്നതിന് പകരം നമ്മൾ മോർഗേജ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും നമ്മളത് തിരിച്ച് വിൽക്കുമ്പം എന്താ പറയുക, ഒരു പ്രോഫിറ്റ് കിട്ടും. അത് 100% ഷുവർ. അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ PR ഒക്കെ കിട്ടി ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിലുണ്ടല്ലോ ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റാർട്ടർ ഹോം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും ചെറിയ സിറ്റിയിലോട്ടാണ് നിങ്ങൾ പോകുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു 5 വർഷം മിനിമം, അല്ലെങ്കിൽ ഒരു 5-6 വർഷം മിനിമം, ഒരു 5 വർഷം താമസിക്കണമെന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നിങ്ങളൊരു വീട് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ മോർഗേജ് അടയ്ക്കുമ്പോൾ മോർഗേജിനകത്ത് അതിനകത്ത് നമ്മുടെ പ്രിൻസിപ്പൽ, ഇൻട്രസ്റ്റ്, പിന്നെ നമ്മുടെ മുനിസിപ്പൽ ടാക്സ് 3 ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റും മുനിസിപ്പൽ ടാക്സും തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ഒരു ശതമാനം, പിന്നെ നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നതോ പ്രോപ്പർട്ടിയുടെ വില കൂടുന്നതോ അതനുസരിച്ച് നമുക്ക് എന്തായാലും ഇച്ചിരി പൈസ നമുക്ക് തിരിച്ചു കിട്ടും. കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാം ഒരു പരിചയം, കാനഡ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി ഏതാണ് നല്ല സിറ്റി, എങ്ങോട്ട് പോകണം. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞങ്ങൾ വീട് വാങ്ങിച്ച 5 വർഷം ഇവിടെ സിഫ്കണ്ടിൽ തന്നെ നിൽക്കുക. അപ്പോൾ നമുക്കൊരു പരിചയം, ഏത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സിറ്റിയിലോട്ട് മൂവ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഞങ്ങൾ 5 വർഷം ഇവിടെ തന്നെ സ്റ്റേ ചെയ്തത്. കാരണം സനീഷിന് ഇവിടെ ഭൂരിഭാഗം 90% ആൾക്കാരെ അറിയാം, എല്ലാവരെയും എല്ലായിടത്തും നല്ല പരിചയമാണ്. അപ്പോൾ ഞാൻ നോക്കി അതാണ് കംഫർട്ട് ലെവൽ. നമുക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് താമസിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് ലെവൽ. മറ്റേ ആൾക്കാരാണെങ്കിലും നല്ല ആൾക്കാരാണ് കേട്ടോ, കനേഡിയൻസ് ഒക്കെയാണ് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. വലിയ സിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ എന്താ പറയുക, ടൊറോണ്ടോ ഒണ്ടാരിയോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെയല്ലേ കാണാനുള്ളൂ. ചില ഇവിടുത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് എവിടെ പോയി ഹായ് ഹലോ ഹൗ ആർ യു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. വാക്കിങ്ങിന് പോയാൽ ഫേസ് ടു ഫേസ് വന്ന് എല്ലാവരും ഒരു ഹായ് പറയാതെ ആരും പോകത്തില്ല. അങ്ങനെ ഒരു നല്ലൊരു സ്മോൾ സിറ്റി ബെനിഫിറ്റ് അതാണ്. വലിയ തിരക്കില്ല, ക്രൈം കുറവ്, ഒത്തിരി സേഫാണ് ഇവിടെ. ഇതാണ് ഞങ്ങൾ ഇവിടുന്ന് പ്രിഫർ ചെയ്തത്. പക്ഷേ ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചേക്കാണ്. മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏത് സിറ്റിയിലോട്ട് മൂവ് ചെയ്യണമെന്നുള്ളതാണ് ബിഗ് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത്. വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ വീടെന്നൊക്കെ പറഞ്ഞ് 1930-ലെ വീട്, അപ്പോൾ ഒത്തിരി പഴയ വീടാണ്, നമുക്കറിയത്തില്ല. ഞങ്ങൾ ഒത്തിരി റിനോവേറ്റ് ഒക്കെ ചെയ്തു, ഒത്തിരി കാശ് മുടക്കി റിനോവേഷനൊക്കെ. എല്ലാം കഴിഞ്ഞ് നമുക്കറിയത്തില്ലേ വാടകയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഏത് രീതിയിൽ സൂക്ഷിക്കുമെന്നറിയത്തില്ല. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെ എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അവർ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ എന്നിട്ട് നല്ലൊരു കാര്യമാണ്, റെൻറ്റിന് കൊടുത്താൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ പോയാലും റെൻറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ മോർഗേജ് പേ ആയി പോകും, ടാക്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് നോക്കുന്ന ആൾക്കാരാണ് നമുക്ക് സേഫിൽ കൊടുക്കാം. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടണം. എന്നിട്ട് ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നില്ല അല്ലേ, വാടകയ്ക്ക് കൊടുക്കുന്നില്ല, ഞങ്ങൾ വീട് വിൽക്കാൻ തീരുമാനിച്ചേക്കുവാണ്. അങ്ങനെ ഞങ്ങൾക്ക് 2014 PR കിട്ടി. ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ കനേഡിയൻ സിറ്റിസൺ ആണ്, ഇന്ത്യൻ സിറ്റിസൺ അല്ല. കനേഡിയൻ സിറ്റിസണായി, ഇന്ത്യൻ OCI ആണ് ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്നത്. കനേഡിയൻ സിറ്റിസൺ നമ്മൾ അപ്ലൈ ചെയ്തത് 2017 നമ്മൾ കനേഡിയൻ സിറ്റിസൺഷിപ്പ് നമ്മൾ അപ്ലൈ ചെയ്തത്, സിറ്റിസൺ ആയത് 2019 ജൂലൈ. നമ്മള് 2018 ഞങ്ങള് 2018 നമ്മള് സിറ്റിസൺഷിപ്പിന്റെ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തു. 2019 ഞങ്ങൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയി. ഞങ്ങൾ വോട്ട് ചെയ്തു, 2 തവണ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെ വോട്ട് ചെയ്തു. ആദ്യത്തെ നമ്മൾ ചെയ്തത് ഫെഡറൽ ആയിരുന്നു, ജസ്റ്റിൻ ട്രൂഡോ. പിന്നെ രണ്ടാമത് കഴിഞ്ഞ തവണ നടന്നത് പ്രൊവിൻഷ്യൽ ഇലക്ഷനും ഉണ്ടായിരുന്നു, മുനിസിപ്പാലിറ്റി ചെയ്തു. അങ്ങനെ 3 വോട്ടൊക്കെ ചെയ്തു കേട്ടോ ഇവിടെ വന്ന്. കനേഡിയൻ സിറ്റിസൺ ആയിട്ട്, നാട്ടിലെ സിറ്റിസൺ ആയിട്ട് ഒരു തവണ എങ്ങാണ്ട് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ കനേഡിയൻ സിറ്റിസണായി വോട്ടൊക്കെ ചെയ്തു. അത് എങ്ങനെയാ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കനേഡിയൻ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ PR ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് PR തന്നെ റിന്യൂ ചെയ്യാം. അത് വലിയ ചിലവൊന്നുമില്ല. PR കാർഡ് തന്നെ നമുക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് കാർഡ് റിന്യൂ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻഡിച്ചറേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സ്ഥലത്ത് നമുക്ക് 3 വർഷം കഴിഞ്ഞാൽ ദിവസം നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ, PR ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇത്രയും ദിവസം എനിക്ക് തോന്നുന്നു 1000 ദിവസം കൊണ്ടുണ്ട്. 1000 ദിവസം വിത്തൗട്ട് എനി ബ്രേക്ക് അല്ലേ, 1000 ദിവസം കൊണ്ടുണ്ട്. എന്തോ ഒരു ദിവസക്കണക്കാണ് അങ്ങനെ കണ്ടത്. അത് സ്വന്തമായിട്ട് ചെയ്യാന്നേ ഉള്ളൂ. CICയുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതിനകത്ത് ഞങ്ങളിവിടെ എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്തത്. സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതും
ഞങ്ങളുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതും ഇന്ത്യൻ OCIക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും എല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ സിറ്റിസൺഷിപ്പിന് എടുക്കണമെന്ന് വിചാരിച്ചില്ല. കാരണം ഞങ്ങളുടെ മൂത്ത കൊച്ച് ഐറിന് ചിക്കുവിനാണെങ്കിൽ നാട്ടിലുള്ളതുകൊണ്ട് അവൾ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ല. അപ്പം അണ്ടർ ഏജ് 18 ഏജിന് താഴെ ഉള്ളവർക്കാണെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ പേരൻസിനെ സപ്പോർട്ട് ചെയ്തുള്ളവർ സിറ്റിസൺഷിപ്പ് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് അവൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കാനഡിയൻ സിറ്റിസൺഷിപ്പ് എടുത്തത്. കാരണം ബോയ്സ് 2 പേരെ ഉണ്ടായത് ഇവിടെയാണ്, അവർ കാനഡിയൻ സിറ്റിസൺ ആണ്. ഇപ്പം നമ്മൾ നാട്ടിൽ പോയാൽ ഇപ്പം നമ്മൾ നാട്ടിൽ സെറ്റിൽ ആവുകയാണെങ്കിൽ പിള്ളേർക്ക് തിരിച്ചു വരണം, ഈ ചിക്കുനൊക്കെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് വേണ്ടേ. സോ അതിനുവേണ്ടി അവർക്ക് വേണ്ടിയാണ് ഞങ്ങളും കാനഡിയൻ സിറ്റിസൺഷിപ്പ് എടുത്തത്. പിന്നെ ഇപ്പം ഞങ്ങൾ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നു, കുറേ നാൾ നാട്ടിൽ നിൽക്കണമെന്നുണ്ട്. ഇവിടെ സിറ്റിസൺഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും തിരിച്ചു വരാമല്ലോ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് സിറ്റിസൺഷിപ്പിന്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. സിറ്റിസൺ ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പും ഉണ്ട്. ഇന്ത്യയിലെ OCI ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയെ. പക്ഷേ വോട്ട് ചെയ്യാൻ ബാക്കി നമുക്ക് ഇന്ത്യയിലെ സിറ്റിസൺ ചെയ്യാവുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്കുണ്ട്. വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അഗ്രികൾച്ചറൽ ലാൻഡ്സ് ഒന്നും ഓൺ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യാന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. ജോലി റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാനഡിയൻ സിറ്റിസൺ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. കാരണം കാനഡിയൻ സിറ്റിസൺഷിപ്പിന് ആകെപ്പാടെ ഒരു വ്യത്യാസം, കാനഡിയൻ സിറ്റിസൺഷിപ്പിന് ബെനിഫിറ്റ് കിട്ടുന്നത് വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ബെനിഫിറ്റും കാനഡിയൻ സിറ്റിസണും PR എല്ലാവർക്കും സെയിമാണ് കിട്ടുന്നത്. വേറെ ഒരു ബെനിഫിറ്റ് എക്സ്ട്രായോ എന്തെങ്കിലും മണിയോ അങ്ങനെ ഒരു ബെനിഫിറ്റും ഇല്ല. ഇപ്പം നമ്മൾ PR ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലും ഇവിടുത്തെ കാനഡിയൻ സിറ്റിസണ് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും നമുക്കും കിട്ടും. ഒക്കെ ഉള്ളവർക്ക് 6 മാസത്തിൽ കൂടുതലൂടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ OCIയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ 20 വർഷം, മാക്സിമം 20 വർഷം വരെ നമുക്ക് നിൽക്കാം. മീൻസ് കാനഡയിലോട്ട് വരാതെ തന്നെ നമുക്ക് സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഞങ്ങളുടെ PR സ്റ്റോറി. എല്ലാവരും PRനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്ന കുറേ പേർക്കൊക്കെ PR കിട്ടിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇനി സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നവരുടെ സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ സ്വിഫ്റ്റ് കറൻറ്റ് കോളേജ് ഉണ്ടല്ലോ, സ്വിഫ്റ്റ് കറൻറ്റിൽ കോളേജ് ഉണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, എംപ്ലോയർ SINBക്ക് പേപ്പർ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലായിടത്തും പ്രശ്നം വരുന്നത്. Thanks for watching. Thanks for your valuable time. Bye. Have a good one. See you tomorrow.